ആയിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാസ്ത്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണമാര് കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുങ്ങി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനം നിർത്താൻ പാടും. എനക്കാൻ വയ്യ എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. എടി ഷഫീനെ നീ നിർത്തിയില്ലേടി, നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് ഒരിക്കലും. അപ്പം വിഷയം കുറച്ച് ഗുരുതരമാണ് മക്കളെ. പ്രശ്നം രേണുസുതി തന്നെയാണ്. അപ്പം രേണുസുതിയും ഷെബീന ബീബിയും തമ്മിലുള്ള ഫൈറ്റുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് നമ്മുടെ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവ്, പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് രേണുസുതി ആണോ എന്ന് ചോദിച്ചാൽ രേണുസുതിയുടെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അദ്ദേഹം മെയിനായിട്ട് 2 പേരുടെ കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. പക്ഷെ അവിടെയോ പറയാതെ പറഞ്ഞ ഒരു പേരാണ് രേണുസുതിയുടേത്. അപ്പം ഒരു വലിയ ഒരു അലിഗേഷനാണ് രേണുസുതിക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ അപമാനത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് പുള്ളി ഇട്ടുകൊടുത്തത്. അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. രേണുസുതിക്കും അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും തുടർന്നുള്ള വീഡിയോകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പബ്ലിക് ആക്കും എന്നാണ്. എന്തോ ഒരു മോശകരമായ വീഡിയോസും കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന തരത്തിലുള്ള ഒരു അലിഗേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയാൻ ആരുമല്ല. അപ്പൊ എന്തായാലും ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളും കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക, കൂടെ ഹൈപ്പും കൊടുക്കുക. അപ്പോൾ നമുക്കൊരു രേണുസുതിയും ഷെബീന ബീബിയുമായിട്ടുള്ള ആദ്യത്തെ ഫൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ആ ശാന്തിവിള ദിനേശൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനെ പതിയെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഇതൊന്ന് കണ്ടു നോക്കാം. എനക്കാൻ വയ്യ എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. എടി ഷഫീനെ നീ നിർത്തിയില്ലേടി, നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞ് ഞാനത് നോക്കിയത്. അപ്പോഴാണ് നിന്റെ വീഡിയോ കിടക്കുന്നത്. എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ് നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറേ മരവാഴകളില്ലേ, അവർ കാണാനാണ് നീ ഇട്ടോ. എന്നെ നെഗറ്റീവ് അടിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന മരവാഴകളില്ലേ, അവർ കാണാനിട്ടോ. രേണുസുതി നിന്റെ ഒരു വീഡിയോ കാണത്തുമില്ല, കണ്ടിട്ടുമില്ല. കേട്ടല്ലോ, നീ ഇട്ടോണ്ടിരുന്നു. ഇതെനിക്ക് ഞാൻ നിനക്ക് തരുന്ന അവസാനമായിട്ടുള്ള ഒരു അവൻ രേണുവിന് പല്ലിന് വേദനയാണ്. കാരണം ഇപ്പൊ പല്ലിന്റെ ട്രീറ്റ്മെന്റ് ആണ്. കാരണം ബോഡി മൊത്തം പുള്ളിക്കാരി ഒരു വർക്ക്ഷോപ്പിൽ പോയി അഴിച്ച് പറിച്ച് എടുത്ത് ടെസ്റ്റിങ്ങും സർവീസ് എല്ലാം കഴിഞ്ഞ് വരുന്ന രീതിക്കുള്ള കാര്യമാണ്. കാരണം ഹെയർ, പല്ല്, ബോഡി എല്ലാം കൊണ്ട് റിപ്പയർ ആയിരുന്നു. അപ്പൊ ആരുടെയൊക്കെയോ സഹായങ്ങളൊക്കെ കൊണ്ട് പുള്ളിയുടെ ബോഡി മൊത്തം ഇപ്പൊ റിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അപ്പം കഴിഞ്ഞ ദിവസം സർവീസിന് കയറ്റിയിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് പല്ലെന്തോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഷെബീന ബീബി. അപ്പൊ കറക്റ്റായിട്ട് പുള്ളിക്കാരിക്ക് അത് പറയാൻ പോലും പറ്റുന്നില്ല. ഇനി ആരെങ്കിലും പല്ലടിച്ച് പറിച്ചതാണോ എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം അതുപോലത്തെ കോപ്രായമാണല്ലോ പൊതുസ്ഥലത്ത് വെച്ച് ഷൂട്ടിംഗ് എന്ന പേരിൽ കടന്ന് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ചധികം ഇച്ചിരി ഇച്ചിരി നെഗളത്തരം കൂടിയ ഒരു ഐറ്റമാണ് രേണുസുതി. അപ്പൊ അവർ അച്ഛനും അമ്മയ്ക്കൊന്നും എന്താണ് നിയന്ത്രിക്കാൻ പറ്റില്ല. നിയന്ത്രിച്ചാൽ ഒട്ടും നിയന്ത്രണമാരായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പുമല്ല. അതിനപ്പുറം ഒരു ഇച്ചിരി കുരിപ്പ് കൂടിയ ഒരു കുരിപ്പ് തന്നെയാണ് ഈ രേണുസുതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഷെബീന ബീബിയോട് കോർക്കാൻ നിന്ന രേണുസുതിക്ക് തന്നെ നല്ലൊരു തക്കതായിട്ടുള്ള ഒരു മറുപടി ഷെബീന ബീബിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതിനുള്ള മറുപടി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആവശ്യത്തിന് അധികം അടപ്പിക്കുന്ന രീതിയിൽ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, വയർ നിറഞ്ഞാണ്. പക്ഷെ ഇതൊന്നും അല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് രേണുസുതിയുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഒരു ഉളുപ്പുമില്ല. എന്തെങ്കിലും കേട്ടാലും പച്ച തെറി കേട്ടാലും രേണുസുതി പിന്നെ ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കിട്ടും. അപ്പൊ എന്താണെങ്കിലും രേണുസുതിക്ക് ഇനി ഷെബീന ബീബിയോട് കോർക്കാൻ കുറച്ച് ഇന്റർവെൽ ഇടാം. കാരണം ഒരു അലിഗേഷനോട് വേറൊരു വ്യക്തി വന്നിട്ടുണ്ട്, നമ്മൾ ശാന്തിവിള. അപ്പം നമ്മൾ മുമ്പേ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ആരോപണവും നമ്മുടെ ഹനാൻ പറഞ്ഞ ആരോപണവുമായിട്ട് കമ്പയർ ചെയ്ത് ഇതൊന്നും ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നില്ല, ഇന്ന് പോകുമോ എന്നറിയത്തില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കും ഹനാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ഈ ശാന്തിവിള ദിനേശൻ പറഞ്ഞ കാര്യങ്ങളും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അത് സത്യമാണ് ഞങ്ങൾ വിചാരിക്കും. എപ്പോൾ രേണുസുതി പ്രതികരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിനകത്ത് പുള്ളിക്കാരി പ്രതികരിക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ വളരെ വലിയ ഒരു സ്ത്രീയെ കുറിച്ച് സ്ത്രീകൾ ഒരിക്കലും കേൾക്കാൻ താല്പര്യപ്പെടാത്ത അത്തരം തരത്തിലുള്ള ഒരു സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാസ്ത്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണമാര് കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുങ്ങി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനം നിർത്താൻ പാടും. ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഫിറ്റ് ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറിഞ്ഞം പുറഞ്ഞ ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്.
ഇവിടെ ഇദ്ദേഹം പറയുന്ന ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു, അവരിങ്ങനെ ഇതുപോലെ ഗൾഫിൽ പോയിട്ട് ഇതുപോലെ അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇത് ആരോടിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഫേമസ് താരത്തിലൂടെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. പറയാതെ ഒരു പേര് പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെ ഈ പെൺകൊച്ച് ചെയ്യുമോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പം നമുക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലടേ. അപ്പൊ നമ്മൾ ഈ രാജ്യം വിട്ടുപോയിട്ടുണ്ട്, ഇവന്മാർ എങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് വെച്ചാൽ ഒരു ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാനുള്ള തന്റെ ഇടം രേണുസുതിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിന് അത്രയും ഒരു ഗതികേടിലാണോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുമോ? കാരണം 1, 2, 3 തേപ്പൊക്കെ നടത്തി അല്ലെങ്കിൽ കുറച്ച് പേരെ സ്നേഹിച്ച് പ്രേമിച്ച് അവരെ വളച്ച് ഇവരെ വളച്ച് നടക്കുന്ന അങ്ങനെ ഒരു പൊട്ടിക്കാളി പെണ്ണായിട്ടാണ് ഞാൻ പേഴ്സണലി ഇവരെ കണ്ടിട്ടുള്ളത്. ചെറിയൊരു കുഴ സെറ്റപ്പ് മോഡൽ. പക്ഷെ ഇതുപോലെ കൂതറ സെറ്റപ്പിലൊന്നും ഞാൻ ഇവര് ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അതൊക്കെ ഒരു മോശമായിട്ടുള്ള ഒരു ഇതാണ്. അത്രയും ഒരു വലിയൊരു അലിഗേഷൻ ഒന്നും നമ്മൾ ഒരു സ്ത്രീകളെ കുറിച്ചും പറയാൻ പാടില്ല. എന്താണെങ്കിലും അദ്ദേഹം പറയുന്ന ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്ക് കേട്ടിട്ട് വരാം. ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ കൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പൊ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത് എന്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റം ആണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കേറി കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ കൂടില്ല. ദിവസവും കാർ വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാർ. നിനക്ക് എത്രയാണ് കാളെ? എനിക്ക് 18. നിനക്കൊരു കാർ. ഇനി അടുത്ത വാങ്ങുന്ന കാർ തന്തൊക്കെയായിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേർ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോയില്ലേ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അയക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, നന്ദി കെട്ട ഒരു വ്യക്തി എന്നുള്ള അതൊക്കെ നമുക്ക് അംഗീകരിച്ചു തരാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ പല വീഡിയോയിലോട്ട് നമ്മൾ ഇട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ആരെന്തൊരു സഹായം ചെയ്താലും ഒരു 10 ദിവസത്തിനുള്ള ഇവരെ തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവം അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മളിപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തന്നെയാണ് ഇദ്ദേഹം വിരൽ ചൂണ്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അപ്പൊ നമ്മൾ അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു വളരെ വലിയ ഒരു അലിഗേഷൻ ആണ്. ഒരു സ്ത്രീയുടെ മേഖലയിൽ ഇതൊന്നും കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇത്രയധികം മോശം, അതാണ് കസ്റ്റമർ വരെ ഉണ്ട്, രേണുസുതിക്ക് കസ്റ്റമർ വരെ ഉണ്ടെന്നാണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. അപ്പൊ ഇതൊരു നല്ല രീതിയിലുള്ള കസ്റ്റമർ അല്ല, മോശമായ രീതിയിൽ, അതായത് നമ്മുടെ ഈ സ്ത്രീകളുടെ കെട്ടുതാലി വരെ വിറ്റേച്ച് പോകുന്ന ഗൾഫിലോട്ട് പോകുന്ന ആണുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുവരെ അവരുടെ ഭാര്യമാരെ മറന്നിട്ട് ഇതുപോലെയുള്ള നടികളുടെ കൂടെ അഴിഞ്ഞാടാൻ 1 മാസത്തെ ശമ്പളം വരെ കൊടുക്കുന്നു എന്നുള്ള രീതിക്കുള്ള പരാമർശമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത് രേണുസുതിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കൊട്ട് തന്നെയാണ്. അപ്പം ഇത് ഹനാൻ പറഞ്ഞ ഒരു പോയിന്റ് പോലെ ഇത് തള്ളിക്കളയുമെന്ന് അറിയത്തില്ല. അപ്പം ഇതിനകത്ത് വാസ്തവം ഇല്ലെങ്കിൽ ഇത് തള്ളിക്കളയരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രേണുസുതി തീർച്ചയായിട്ടും പ്രതികരിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അങ്ങ് വിശ്വസിക്കും. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഇദ്ദേഹത്തിന് കിട്ടിയത് വിദേശത്തുള്ള കൂട്ടുകാരാണ് ഇത് അയച്ചു തന്നത്, അല്ലെങ്കിൽ അയച്ചു പറഞ്ഞതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ വയ്യ. പിന്നെ രേണുസുതി ഇടയ്ക്ക് എപ്പോഴും നമ്മൾ ബഹ്റൈനിൽ നിന്ന് വരുന്ന സമയത്ത് സൗദി കസ്റ്റമർ തനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, ഹൈപ്പ് എല്ലാം കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ച് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പം ബൈ.